നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ മെയ് മാസം 12-ാം തീയതി തിങ്കളാഴ്ചയാണ്. 10 നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ ശുഭദൃഷ്ടി ആരംഭം കുറിക്കുന്നു. നാളത്തെ ദിവസം മുതൽ ധനനേട്ടം, വിവാഹയോഗം, വസ്തു വാഹന യോഗം തുടങ്ങി പല വിധേനയുള്ള നേട്ടങ്ങൾ നാളത്തെ ദിവസം മുതൽ ഈ 10 നക്ഷത്രക്കാർക്ക് ആരംഭമാകാൻ പോകുന്നു. അപ്പോൾ ഈ നാളുകാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചും അവർ ചെയ്യേണ്ടതായ ചെറിയ ചില വഴിപാടുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ 10 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ശുക്രൻ്റെ ശുഭദൃഷ്ടി നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി 10 നക്ഷത്രക്കാർക്ക് ഇപ്പോഴനുഭവിക്കുന്നതായ എല്ലാവിധ ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരം തുടങ്ങാൻ പോകുന്നു. ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് പരിഹാരം ഉണ്ടാകുന്നു എന്നല്ല, പടിപടിയായി മാറ്റങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം നാളെ മുതൽ എത്താൻ തുടങ്ങും എന്നതാണ്. അതായത് നാളെ അതിനുള്ള ഒരു തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇത് തുടർന്നുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഭഗവാന്റെ അല്ലെങ്കിൽ ശുക്രഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളിലേക്ക് എത്തുക കൂടി ചെയ്യും. അപ്പോൾ ചെയ്യേണ്ട ക്ഷേത്ര ദർശനം കൂടിയുണ്ട്. അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ ശുഭദൃഷ്ടി അസുലഭ നിമിഷങ്ങൾ സമ്മാനിക്കുന്നതാണ്. ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉള്ള നിങ്ങളുടെ ജീവിതത്തിൽ അസുലഭമായ അല്ലെങ്കിൽ സുലഭമല്ലാത്തതായ പുതിയ പല കാര്യങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എത്തുന്നതാണ്. കൈപ്പിടിയിൽ പല കാര്യങ്ങളെയും ഒതുക്കാനായി, അതായത് തൊടുന്നതൊക്കെയും നേട്ടമായി മാറ്റാൻ കഴിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് വ്യാപാരം വ്യവസായമൊക്കെ നടത്തുന്ന ആളുകൾക്ക് വളരെ നല്ല സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വിപുലീകരിക്കാനുള്ള യോഗമുണ്ടാകുന്നതാണ്. സമ്പത്ത് ധാരാളം അശ്വതി നക്ഷത്രക്കാരെ തേടി എത്തുന്ന സമയങ്ങൾക്ക് നാളെ മെയ് മാസം 12-ാം തീയതി മുതൽ തുടക്കമാകാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ വിഷമങ്ങൾക്ക് ഇവിടെ ശുക്രൻ അനുഗ്രഹം നൽകുകയാണ്. അപ്പോൾ നാളെ മുതലുള്ള സമയം അശ്വതി നാളുകാർക്ക് ഉത്തമ സമയമാണ്. ഏതു കാര്യവും നിങ്ങൾ ചെയ്യാൻ പുറപ്പെടുന്നത് നിങ്ങൾക്ക് ഫലവത്തായി മാറുന്ന സമയം തുടങ്ങുകയാണ്. അപ്പോൾ വീടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാസത്തിലെ പഞ്ചമി, ഷഷ്ടി തുടങ്ങിയ ദിവസങ്ങളൊക്കെ വരുമ്പോൾ അന്നേ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ നിങ്ങളാൽ കഴിയുന്ന ശക്തിക്കൊത്ത വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നല്ല സമയമാണെങ്കിലും അത് പൂർണ്ണ ഭാവത്തിൽ ഒരു തടസ്സങ്ങളുമില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഇരട്ടി ഭാഗ്യത്തിൽ നിങ്ങളിലേക്ക് എത്താൻ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും കൊണ്ട് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് കാർത്തികയാണ്. ശുക്രൻ്റെ ശുഭദൃഷ്ടി നാളെ മുതൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഉത്തമമായി വരികയാണ്. അതിൻ്റെ ഫലമായി ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ആഗ്രഹങ്ങൾക്കൊക്കെ സഫലീകരണം ഉണ്ടാകുന്നതാണ്. വിജയം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ എക്സാമൊക്കെ എഴുതി നിൽക്കുന്ന ആളുകൾക്ക് തുടർ പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ കൊണ്ട് നേട്ടമുണ്ടാകുന്നതാണ്. കർമ്മ വിജയം, നിങ്ങൾ ഏത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിലിൽ നിങ്ങൾക്ക് നേട്ടം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. വളർച്ചയുണ്ടാകുന്നതാണ്. ജീവിതം ഒന്നുമല്ലാത്തൊരവസ്ഥ, അങ്ങുമല്ല കരയിലുമല്ല വെള്ളത്തിലുമല്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കും ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തുക. ഈശ്വരാധീനം നിമിത്തം വളരെയധികം ഗുണാനുഭവങ്ങൾ ഇനി നിങ്ങളിലേക്ക് എത്താൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈശ്വരാധീനം ഉണ്ടെങ്കിലും നമ്മളിലേക്ക് വീണ്ടും വീണ്ടും അത് നിറച്ചുകൊണ്ടിരിക്കുക. അത് ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകാൻ അനുവദിക്കാതെ എപ്പോഴും ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, അത് ഞായറാഴ്ച ദിവസങ്ങളിലെങ്കിലും അടുത്തുള്ള ഏറ്റവും അടുത്ത ക്ഷേത്രം ഏതാണ്, ദൂരെയൊന്നും പോകാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലെങ്കിലും ദർശനം നടത്തുക. പ്രത്യേകിച്ച് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ഗുണാനുഭവങ്ങൾ ഒരു കുറവും തട്ടാതെ പൂർണ്ണ തോതിൽ 100%, അതായത് പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എത്താൻ ഈ പ്രാർത്ഥന കൊണ്ട് നടക്കുന്നതാണ്. അടുത്ത നക്ഷത്രമായി വരുന്നത് മകീരമാണ്. ശുക്രൻ്റെ ശുഭദൃഷ്ടി ഏറ്റവും മാറ്റം നൽകുന്ന മറ്റൊരു നക്ഷത്രമാണ് മകീരം. മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള വ്യതകൾ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ ഒക്കെയും അകലാൻ തുടങ്ങുകയാണ്. ഈ മെയ് മാസത്തിന് ശേഷമുള്ള സമയം വളരെയധികം നേട്ടമുണ്ടാകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് മകീരം. അതിൽ കർമ്മ നേട്ടമാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഈ മെയ്, ജൂൺ, ജൂലൈ സമയങ്ങളൊക്കെ
ഉത്തമമായ ഒരു ജോലി ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഭാഗ്യം തെളിയുന്നുണ്ട്. ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ജോലിക്ക് അപേക്ഷിച്ചു, അല്ലെങ്കിൽ ഓരോ എക്സാമുകളൊക്കെ എഴുതി, ടെസ്റ്റുകളൊക്കെ എഴുതി ഒന്നും ആകുന്നില്ല എന്നുള്ള വിഷമത്താൽ ഇനി അതിനെ ശ്രമിക്കുന്നില്ല എന്ന ചിന്തയിലേക്ക് പോകരുത്. ഇനിയുള്ള മെയ്, ജൂൺ, ജൂലൈ തുടങ്ങിയ സമയങ്ങൾ നല്ല നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയുമാണ്. അതുകൊണ്ട് ധൈര്യമായി പൊയ്ക്കൊള്ളുക മുന്നോട്ട്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. യോഗങ്ങളൊക്കെ അനുഭവയോഗ്യമായി തെളിഞ്ഞിരിക്കുന്നുണ്ട്. സാമ്പത്തിക ഉറപ്പ് വന്നു ചേരുന്ന സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. നിങ്ങളും ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം പുണർദമാണ്. നിങ്ങൾക്കും ശുക്രൻ്റെ ദൃഷ്ടി വളരെയധികം ഭാഗ്യമായി നാളെ മുതൽ ആരംഭമാകുന്നുണ്ട്. നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസം വളരെയധികം ഉത്തമമാണ്. അതുകൊണ്ട് ഉത്തമമായ ചില കാര്യങ്ങൾക്കൊക്കെ ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അന്നേ ദിവസം എന്ത് ചെയ്താലും അതിൽ നിന്ന് ഫലം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകാൻ പോവുകയാണ്. നാളെ മുതലുള്ള സമയം മുതൽ വിദ്യാ നേട്ടമുണ്ടാകുന്നതാണ്. നിങ്ങൾ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രമായി വരുന്നത് ആയില്യമാണ്. ശുക്രൻ്റെ ശുഭദൃഷ്ടി നാളെ മുതൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഉത്തമ ഫലങ്ങളെ നൽകുന്നതാണ്. നിങ്ങൾക്ക് നവഗ്രഹങ്ങളുടെ അനുഗ്രഹമുള്ള സമയം കൂടിയാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സന്താനങ്ങൾക്കൊക്കെ ഭാഗ്യകരമായ അനുഭവങ്ങൾ ആയില്യം നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളും ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ പ്രതിഷ്ഠ നോക്കി, അല്ലെങ്കിൽ ആ ക്ഷേത്ര സന്നിധിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആ പ്രാർത്ഥനാമൂർത്തിയോട് നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ഫലിക്കുമെന്നതിൽ സംശയം വേണ്ട. കാരണം നാളെ മുതൽ ശുഭദൃഷ്ടി, അതുകൂടാതെ നവഗ്രഹ അനുഗ്രഹം കൂടി നിങ്ങളിലേക്ക് നാളെ മുതൽ ആരംഭമാകുകയാണ്. അതുകൊണ്ട് ഇരട്ടി നേട്ടങ്ങളും ഫലങ്ങളുമാണ് ലഭിക്കാൻ പോകുന്നത്. അത് പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എത്താൻ ഈശ്വരാധീനം നിങ്ങൾ വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിന് ക്ഷേത്ര ദർശനം, പ്രാർത്ഥന അനിവാര്യമാണ്. അടുത്ത നക്ഷത്രമായി വരുന്നത് പൂരമാണ്. സകല കഷ്ടപ്പാടുകളും അകലുന്ന സമയം നാളെ മുതൽ ആരംഭമാകുന്നുണ്ട്. ശുക്രൻ്റെ ശുഭദൃഷ്ടി നാളെ മുതൽ നിങ്ങളുടെ മേൽ പതിയുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക ദുഃഖം അകലുന്നതാണ്. ലോട്ടറി, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങൾ ദേവീ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ സൗഖ്യമുണ്ടാകുമെന്നത് മാത്രമല്ല, ഇരട്ടി ഫലങ്ങളും നാളെ മുതലുള്ള സമയം നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ശുക്രഭഗവാന്റെ ശുഭദൃഷ്ടി നാളെ മുതൽ ആരംഭമാകാൻ പോകുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രമായി വരുന്നത് അത്തമാണ്. ഒരു പുനർജന്മം ആരംഭമാകാൻ പോവുകയാണ്. ഇതുവരെ അനുഭവിച്ച എല്ലാവിധ ദുഃഖങ്ങളും മാറി പുതിയൊരു ജന്മം, അല്ലെങ്കിൽ പുതിയൊരു ജീവിതം ലഭിക്കാൻ തുടങ്ങാൻ പോകുന്ന സമയമാണ്. ഉത്തമ ജോലി ലബ്ധി ഉണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം പാതി വഴിയിലൊക്കെ ആയവരാണെങ്കിൽ അത് വീണ്ടും പുനരാരംഭിക്കാനുള്ള ഭാഗ്യം തെളിയുന്നതാണ്. ശുഭസമയമാണ്. മെയ് മാസത്തിന് ശേഷമാകട്ടെ വളരെ നല്ല ഫലങ്ങൾ കൂടി ലഭ്യമാകുന്നതാണ്. കഷ്ടപ്പാടുകൾ നീങ്ങും. പഠനം പൂർത്തീകരിക്കാനൊക്കെ പാതി വഴിയിൽ മുടങ്ങിയ ആളുകൾക്ക് പഠനം പൂർത്തീകരിക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ് നാളെ മുതൽ ആരംഭമാകാൻ പോകുന്നത്. നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഏകാദശി വ്രതമെടുക്കുന്നതുമൊക്കെ വളരെ ഉത്തമമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. ചോതിയാണ് അടുത്ത നക്ഷത്രം. സുവർണ സമയം നാളെ മുതൽ ആരംഭമാകാൻ പോവുകയാണ്. ഇനി ഒരു വർഷക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. അത്രയ്ക്ക് നല്ല സമയമാണ് ചോതി നക്ഷത്രത്തിന്. കാരണം അത്രത്തോളം അനുഭവിച്ചു കഴിഞ്ഞു. അതിന് ഏറെ ഫലവുമായിട്ടാണ് നാളെ മെയ് മാസം 12-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഭാഗ്യാനുഭവം വർദ്ധിക്കുന്നതാണ്. ലോട്ടറി പോലെയുള്ള ഭാഗ്യം ലഭിക്കാനുള്ള ഒരു സമയം കൂടി നാളെ മുതലാകുകയാണ്. നിങ്ങളും അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാതെ ഏത് ദേവനോ ദേവിയോ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സമയത്ത് ആ നടയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഉത്തമമായ ഫലങ്ങൾ ഒരു തടസ്സവും കൂടാതെ നിങ്ങളിലേക്ക് ഇരട്ടിയായി എത്തുന്നതിന് സഹായിക്കുന്നതാണ്. ശുക്രൻ്റെ ശുഭദൃഷ്ടി ലഭിക്കാൻ തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രമായി വരുന്നത് അനിഴമാണ്. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാൻ തുടങ്ങുന്ന സമയമാണ്. എല്ലാത്തിനും ഒരു ഡിലേ ഉണ്ടായിരുന്ന അവസ്ഥ മാറ്റി എല്ലാം ധൃതിയിൽ, അതായത് എല്ലാം വേഗത്തിൽ നടത്താൻ നാളെ മുതൽ സാധിക്കുന്നതാണ്. വിവാഹം, ജോലി തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ശുക്രൻ്റെ ശുഭദൃഷ്ടി നിങ്ങൾക്ക് സ്വാധീനം ചെലുത്തുന്നത്. ഇതിൻ്റെ ഫലമായി വളരെയധികം നേട്ടങ്ങൾ നാളെ മുതൽ ആരംഭമാകാനായി പോകുന്നുണ്ട്. നിങ്ങൾ ദശാനാഥൻ്റെ അനുഗ്രഹവും നാളെ മുതൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾ വളരെയധികം അനുകൂലമായ ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ കുടുംബ പരദേവതയുടെ പ്രീതി കൂടി നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്.
അടുത്ത നക്ഷത്രമായി വരുന്നത് മൂലമാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായി നിങ്ങൾ വളരെയേറെ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നതാണ്. ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകാൻ പോകുന്നു. ശുക്ര ഭഗവാന്റെ ശുഭദൃഷ്ടി നാളെ മുതൽ നിങ്ങളുടെ മേൽ പതിയുകയാണ്. ഇപ്പോൾ ഉച്ചസ്ഥായിലാണ് ഇനി നിങ്ങളുടെ ജീവിതം ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം എത്താനായി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്ഷേത്ര ദർശനം പ്രാർത്ഥനയ്ക്ക് അനിവാര്യമായ സമയത്തിലാണ്. ഈശ്വരദിനം ധാരാളം വർദ്ധിപ്പിച്ചെടുക്കാൻ ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും അനിവാര്യം തന്നെ. ഏറ്റവും നല്ല സമയങ്ങളാണ് എങ്കിൽ പോലും ഈ ഫലങ്ങളൊക്കെ പൂർണ്ണ തോതിൽ നിങ്ങളിലേക്ക് എത്താനായി നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥന, ക്ഷേത്ര ദർശനം എന്നിവയാണ്. നാളെ മുതൽ ശുക്രൻ്റെ ശുഭദൃഷ്ടി എത്താൻ പോകുന്ന, അല്ലെങ്കിൽ അതിനാൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നത് ഈ 10 നക്ഷത്രക്കാർക്കാണ്.